ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജമന്തി പൂക്കൾ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയുമായി നിങ്ങളടുത്തേക്ക് ഇതാ വീണ്ടും എത്തിയിട്ടുണ്ട്. റോസ് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയാണ് അല്ലേ. അപ്പോൾ റോസിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ റോസിന് നല്ല പൂക്കൾ കിട്ടാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതേപോലെ തന്നെ ചട്ടിയിൽ റോസ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, അതുമാത്രമല്ല മഴക്കാലത്തും വേനൽക്കാലത്തും റോസിൻ്റെ എങ്ങനെയൊക്കെ കെയറിങ്ങിൻ്റെ കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ ഇന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഒരു കുഞ്ഞു വീഡിയോ, കുറേ അറിവുകൾ, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പിന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരു വർഷം കൊണ്ട് നമ്മൾ 22K സബ്ബിലെത്തിയിരിക്കുകയാണ്. വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഒരു വർഷം കൊണ്ട് 1000 സബ്ബ് തയ്ക്കാൻ കഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് പേര്. പക്ഷേ നമ്മുടെ ഏറ്റവും പോപ്പുലർ വ്യൂ പോലും 2.5 ലക്ഷത്തിൻ്റെ അടുത്ത് വ്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ തന്ന ഈ സപ്പോർട്ടിന് സന്തോഷമാണ്, എനിക്ക് നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം അല്ലേ. മെയിനായിട്ടും പറയേണ്ട കാര്യം ചട്ടി തിരഞ്ഞെടുക്കുന്ന കാര്യം പറയാം അല്ലേ ആദ്യം തന്നെ. അപ്പോൾ ഒരു ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ അടിയിൽ നല്ല ഡ്രൈനേജ് ഹോളുള്ള ചട്ടി വേണം എടുക്കാൻ. ഇനി ഡ്രൈനേജ് ഹോൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഷാർപ്പ് തിങ്സ് വെച്ച് നന്നായിട്ട് ക്ലിയർ ചെയ്യണം. വെള്ളം കെട്ടി നിന്നോ റോസിന് റൂട്ട് റോട്ട് വരും, റോസ് കയ്യിൽ നിന്ന് പോവും. അപ്പം ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഡ്രൈനേജ് ഹോൾ തന്നെയാണ്. മഴക്കാലത്ത് വെള്ളം കെട്ടി നിന്ന് അല്ലെങ്കിൽ ചെടി പോയി പോകും. പിന്നെ മണ്ണ്, നിങ്ങൾ പോട്ടി മിക്സിലെടുക്കുന്ന മണ്ണ് കറക്റ്റ് അല്ലെങ്കിൽ നല്ലൊരു മണ്ണല്ലെങ്കിൽ ഒരിക്കലും റോസിന് നിറഞ്ഞ് പൂക്കത്തില്ല. നിങ്ങൾ അതിൻ്റെ മുകളിൽ എത്ര തന്നെ വളം ചെയ്തിട്ട് ഒരു കാര്യമില്ല. വെള്ളം കെട്ടി നിൽക്കാതെ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന ഒരു പോട്ടി മിക്സ് തന്നെ എടുക്കണം. ശരിക്കും അത് എന്തൊക്കെയാണ് എടുക്കുന്നത് വെച്ചാൽ, നമ്മൾ എടുക്കുന്ന ഒരു പോട്ടി മിക്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ എന്ത് മണ്ണോ ആട്ടെ, നമ്മൾ ഈ പറയുന്ന കാര്യം ഫോളോ ചെയ്താൽ നിങ്ങൾക്കത് നന്നായിട്ട് വരും. ഗാർഡൻ സോയിലാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ മണലുണ്ടെങ്കിൽ വളരെ നല്ലത്, 1-2 പിടി മണലിടുക. പക്ഷേ എനിക്ക് മണലില്ലാത്തതുകൊണ്ട് ഞാൻ ചരലാണ് മിക്സ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഉമി എന്ന് പറഞ്ഞാൽ 1 പിടി 1.5 പിടി, ഇനി 2 പിടി വരെ ആവാം. അല്ലാതെ പോട്ടിൻ്റെ വെയിറ്റ് കൂടാനുള്ള പോലെ ഉമി അങ്ങോട്ട് നിറയ്ക്കരുത് പോട്ടിൽ. അതേപോലെ തന്നെ ചകിരിച്ചോറും നിങ്ങൾക്ക് വളരെ ചെറിയൊരു പിടിയിടാം. അല്ലാതെ കെട്ടി നിൽക്കുന്ന പോലെ ചകിരിച്ചോറ് ഇടരുത്. എല്ലാം കുറഞ്ഞ അളവിലേ ഇടാൻ പാടുള്ളൂ. ചെടി വളർന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ നല്ല വളങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ എന്തെങ്കിലും ഒരു ഓർഗാനിക് വളം ഉപയോഗിക്കുക. അത് നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ കരിയില കമ്പോസ്റ്റോ എന്ത് വേണം എടുക്കാം. പിന്നെ കമ്പോസ്റ്റ്, കരിയില കമ്പോസ്റ്റ് പോലുള്ള കാര്യങ്ങൾ എടുക്കുമ്പോൾ അത് നന്നായി ഉണങ്ങിയത് തന്നെ എടുക്കണം. പിന്നെ ആട്ടിൻ കാഷ്ടമൊക്കെ ഇടുന്നതെങ്കിൽ അത് പൊടിച്ചിടണം, അത് ശ്രദ്ധിക്കുക. പിന്നെ എല്ലുപൊടി വളരെ എഫക്റ്റീവാണ്. 1 പിടി എല്ലുപൊടി ഇടുക. ഒരു നുള്ള് വേപ്പിൻ പിണ്ണാക്ക്. അത് നമ്മൾ ചെടി നടുമ്പോൾ മണ്ണിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മോശം കീടങ്ങളെയൊക്കെ നശിപ്പിച്ച് ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പോട്ടി മിക്സിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ ഷുവറായിട്ടും നമ്മൾ ഉമി ഇടുന്നതുകൊണ്ട് തന്നെ ഡ്രൈനേജ് ക്ലിയർ ആവും, റൂട്ടിന് വ്യാപിച്ച് വളരാൻ പറ്റും. വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഉമിയൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചാനലിലൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മിനിമം CCയിൽ 7 പാക്കറ്റ് വരെ കൊടുക്കാൻ കഴിയും. പിന്നെ പോസ്റ്റ് ഓഫീസാണ് എടുക്കുന്നതെങ്കിൽ ഒരു 5 പാക്കറ്റൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം പോസ്റ്റ് ഓഫീസിൻ്റെ ചാർജ് DTDCനേക്കാൾ ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കല്ലോ. അപ്പോൾ പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സൂര്യപ്രകാശത്തിൻ്റെ കാര്യമാണ്. ഏകദേശം 5 മുതൽ 6 മണിക്കൂർ നല്ല വെളിച്ചം സൂര്യപ്രകാശം കിട്ടുമ്പോഴാണ് നിറയെ പൂക്കൾ വരുന്നത്, നല്ല ചെടിയായിട്ട് കിട്ടുന്നത് കേട്ടോ. പിന്നെ വെള്ളം എന്തെന്ന് വെച്ചാൽ, വെള്ളം സ്ഥിരമായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ നനവുണ്ടോ നോക്കുക. ഡ്രൈ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ചട്ടിയുടെ അടിയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വളം, നമ്മൾ എന്തെങ്കിലും ഒരു വളം ചെയ്താൽ മാത്രമാണ് റോസ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുന്നത്. ഒരു വളവും ചെയ്തില്ലെങ്കിൽ 1-2 പൂ ഇങ്ങനെ വന്നു പോവും. അപ്പം നിറയെ പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഒരൊറ്റ പ്രോഡക്റ്റുള്ളൂ, അത് റോസ് മിക്സ് ആണ്. NPK ഒക്കെ വളരെ ഫലപ്രദമാണ് കേട്ടോ. ഫാക്ടംഫോസ്, പൊട്ടാഷ്, DAP ഒക്കെ നല്ലതല്ല എന്നല്ല, അതൊക്കെ നന്നായിട്ട് വരും. പക്ഷേ റോസ് മിക്സ് എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടോ നമ്മുടെ റോസിലേക്ക് പിന്നെ വേറെ ഒരു പ്രോഡക്റ്റിൻ്റെ ആവശ്യമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പക്ഷേ ഞാൻ ഈ NPKയും പൊട്ടാഷ്യം, ഫാക്ടംഫോസും, റോക്ക് ഫോസ്ഫേറ്റും ഒക്കെ നമ്മൾ ഓൾറെഡി അടീനിയത്തിൻ്റെ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം, നമ്മളൊരു അടീനിയത്തിൻ്റെ ആളാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ വാങ്ങി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴും കുറച്ച് NPKയും ഫാക്ടംഫോസും പൊട്ടാഷ്യം DAP ഒക്കെ കുറച്ച് ഓരോ 10 ദിവസം കൂടുമ്പോൾ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നിരുന്നാലും റോസ് മിക്സ് ആണ് ഒരൊറ്റ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ റോസിൻ്റെ കാര്യത്തിൽ വേറെ ഒരു സാധനം വാങ്ങണ്ട എന്നാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. റോസ് മിക്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. സപ്ലിമെൻറ്റ്സും ഫാക്ടംഫോസും പൊട്ടാഷ്യം DAP എല്ലാം നമ്മുടെ പേജിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ എൻ്റെ പേഴ്സണൽ നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ.
അപ്പോൾ വളം കൊടുത്താൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കൾ വരുന്നത്, അതിലൊരു സംശയമില്ല. പിന്നെ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പഴത്തിൻ്റെ തൊലി പൂക്കളുണ്ടാവാൻ എഫക്റ്റീവാണ്. പക്ഷേ നിങ്ങൾ പോട്ട് കുഴിയാക്കി അത് ഡംപ് ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നിർത്തിക്കോളൂ. ആ ചെടി ഒരുപാട് വർഷത്തേക്ക് സർവൈവ് ചെയ്യില്ല. ഒന്നെങ്കിൽ പഴത്തിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വയ്ക്കുക, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നന്നായി ഉണക്കി പൊടിച്ച് ഒരു കണ്ടെയ്നറിൽ ഇട്ട് വയ്ക്കുക, മണ്ണൊന്ന് ഇളക്കി ആ പൗഡർ ഇട്ട് കൊടുക്കുക. അത് എഫക്റ്റീവാണ് കേട്ടോ, അതും എഫക്റ്റീവാണ്. പിന്നെ പൂക്കളും ചെടികളും ഹെൽത്തി ആയിരിക്കണമെങ്കിൽ ഉണങ്ങിയ പൂവ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം. പിന്നെ ഈ ഉണങ്ങിയ പൂവ് ഈ മുരണ്ടി പറിച്ച് പോക്കുന്ന ഒരാൾക്കാരുണ്ട്, അത് നിങ്ങൾ നിർത്തണം. നിങ്ങൾ നല്ലൊരു കത്രികയോ അല്ലെങ്കിൽ പ്രൂണർ കട്ടറും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതേപോലെ തിങ്സ് വെച്ച്, അതും ആ തിങ്സ് നന്നായി സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് വെച്ച് കട്ട് ചെയ്താണ് പോക്കേണ്ടത്. അങ്ങനെയാണ്, അല്ലാതെ നുള്ളിക്കളഞ്ഞ് ചെടിയെ ബുദ്ധിമുട്ടിക്കരുത്. നല്ലൊരു ഷാർപ്പ് പ്രൂണിങ് സിസേഴ്സോ എന്തെങ്കിലും വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ആരോഗ്യകരമായ ഈ മുട്ടിൻ്റെ ഈ കൊഴിഞ്ഞ പൂക്കളില്ലേ, അതിൻ്റെ ആരോഗ്യകരമായ 2-3 ഇല ഉണ്ടാവും, അവിടെ വെച്ചാണ് കട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ആ പൂ മാത്രം കട്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് പുതിയ ശിഖരങ്ങൾ വരികയും പുതിയ തളിർപ്പ് വരികയും മുട്ട വരികയും ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നല്ല 2 ഇല താഴ്ത്തി കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉണങ്ങിയ പൂവൊക്കെ നമ്മൾ ചെടിയുടെ മുകളിൽ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയാം, ഒന്ന് ചെടി കാണാൻ ഭംഗിയുണ്ടാവില്ല, രണ്ടാമത് ചെടിയുടെ ഊർജ്ജം ഇതിലേക്കും കൂടി പോവുക. എന്തിനാ അങ്ങനെ പോക്കുന്നത്? നമ്മുടെ കയ്യിലിരിക്കുന്ന നല്ല വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാത്രം, ചെടിയുടെ നല്ല ഹെൽത്തി ആയ സ്ഥലത്തേക്ക് മാത്രം പോയാൽ പോരെ. ഈ ഉണങ്ങിയ സ്ഥലത്തേക്ക് ഇതിൻ്റെ ഊർജ്ജം പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് കൃത്യമായി കട്ട് ചെയ്ത് നല്ല രീതിയിൽ അടിപൊളിയാക്കി വെക്കുക. പ്രൂണിങ് കമ്പുകൾ കട്ട് ചെയ്ത് നല്ല ചെടിയൊക്കെ കട്ട് ചെയ്ത് ഈ കമ്പുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നടാൻ പറ്റും. അലോവേര പോലുള്ള സ്ഥലങ്ങളിൽ കുത്തിവെച്ച് നമുക്ക് നാച്ചുറലായിട്ട് റൂട്ടിംഗ് ഹോർമോണായി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ പ്രൂണിങ് ചെയ്ത കട്ടിങ്സ്, നല്ല കട്ടിയുള്ള കട്ടിങ്സ് നമ്മൾ റൂട്ടിംഗ് ഹോർമോണിൽ ഡിപ്പ് ചെയ്തിട്ട് ചെടി നട്ടാലും പെട്ടെന്ന് തന്നെ നല്ല റോസിൻ്റെ തൈകൾ കിട്ടും കേട്ടോ. റൂട്ടിംഗ് ഹോർമോണും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും എന്തെങ്കിലും പ്രത്യേക കെയർ ആയിട്ട് ചെയ്യാനുണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിലാകുമ്പോൾ ഡ്രൈനേജ് ഹോളിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല, ഓട്ടോമാറ്റിക്കലി വെള്ളം മണ്ണിൽ വാർന്നു പോകും. ചട്ടിയിലാകുമ്പോൾ ഈ ഡ്രൈനേജ് ഹോളിൻ്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണം. മഴ വരുമ്പോഴത്തേക്ക് ഒരു ഷാർപ്പ് തിങ്സൊക്കെ വെച്ച് ഡ്രൈനേജൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതാണ്. പിന്നെ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ അധിക വെള്ളം ഇങ്ങനെ വന്നിട്ട് ചെടി ഒരു ഭംഗിയില്ലാതാവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ വെച്ചത് അത്ര അങ്ങനെ ഉണ്ടായി കാണാറില്ല. അപ്പോൾ പിന്നെ ചട്ടിയിൽ വെച്ചുമ്പോൾ മണ്ണിങ്ങനെ എപ്പോഴും നനഞ്ഞ് കിടന്നുകൊണ്ടായിരിക്കും ചില സമയത്ത് റൂട്ട് റോട്ട് വരും. മണ്ണിൽ വെക്കുമ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ചട്ടിയുടെ അടിഭാഗം നല്ല ഡ്രൈനേജ് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത് ചട്ടിയിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മഞ്ഞും രോഗബാധ ഇലകളും കാണുകയാണെങ്കിൽ നിങ്ങൾ ആ ഇലകളൊക്കെ പറിച്ചിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും കൊണ്ടിടുക. അത് ആ ചെടിയുടെ ചുവട്ടിലൊന്നും ഇടരുത്. പിന്നെ ഈ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാജിക് സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ഫംഗിസൈഡായിട്ട് ഓവറോൾ പ്രൊട്ടക്ഷന് കോണ്ടഫ് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കീടങ്ങൾക്ക് നീം ഓയിലോ അല്ലെങ്കിൽ ബിഗ് ബോസോ പോലുള്ള കാര്യങ്ങൾ സ്പ്രേ ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇല ചുരുളുക, പൂക്കൾ മുഴുവനായിട്ട് വിരിയുക ഒന്നുമില്ലെങ്കിൽ ആക്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ്. ഇതൊക്കെ എല്ലാവരും ചെയ്യണം എന്നല്ല, പക്ഷേ ചെടികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ചെടികളെ ചെറിയ അസുഖം പോലും വിഷമായിരിക്കും. പിന്നെ രോഗമൊക്കെ വന്നാൽ തൊട്ടടുത്ത ഇലകളിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മഴക്കാലത്ത് രോഗപ്രതിരോധം ചെയ്യുക. പിന്നെ ഇലകളിലേക്കും തണ്ടുകളിലേക്കും സ്പ്രേ ചെയ്യാൻ മിറാക്കിൾ 20യും പിന്നെ ലിക്വിഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ പൂക്കളിടാൻ നഴ്സറിക്കാർ ഉപയോഗിക്കുന്നത് അതൊക്കെ വേണമെങ്കിൽ വാങ്ങി അടിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഓവറോൾ ചെടികൾ പച്ചപ്പിൽ നിലനിർത്താൻ മിറാക്കിൾ ഗ്രോയും എപ്സം സോൾട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. കെമിക്കൽ നല്ല പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാനെപ്പോഴും നിങ്ങൾ ചെറിയ പൈസയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല റോസ് മിക്സ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ്. കൂടുതൽ പൂക്കൾ, കൂടുതൽ ഹെൽത്തി ചെടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പെസ്റ്റ് കൺട്രോളും ഫംഗിസൈഡും ഉപയോഗിക്കാവുന്നതാണ്. സാഫൊക്കെ നല്ലൊരു ഫംഗിസൈഡാണ് പ്രതിരോധം കൂടാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെടി സൂപ്പറായിട്ട് തന്നെ വരും. സൂഡോമോണോക്സ് ഈ മഴക്കാലത്ത് ചെടിയുടെ എല്ലാ പോട്ടിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, ചെടി പ്രൊട്ടക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ജമന്തിപ്പൂക്കൾ ചാനലിൽ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. വീഡിയോയിൽ പറഞ്ഞ എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. അതല്ലാതെയും കുറച്ച് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പൊട്ടി മിക്സ് സൂമി എല്ലാം ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു, ബൈ ബൈ, വീണ്ടും വരാം. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്രയും നേരമായിട്ട് സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു.